നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ക്ലാസ് 12 ഫിസിക്സ് ചാപ്റ്റർ 2 ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അവിടെ 2.7 എന്നുള്ള സെക്ഷനാണ്. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. സിസ്റ്റം എന്നുള്ള വാക്ക് നമ്മൾ പലതവണ ചാപ്റ്റർ 1ലും കേട്ടിട്ടുണ്ട് അല്ലേ? സിസ്റ്റം ഓഫ് ചാർജസിൻ്റെ ഫോഴ്സ് കണ്ടുപിടിച്ചു, ഫീൽഡ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയാണ് കാണാൻ പോകുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, നോ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. കാരണം തുടർന്ന് വരുന്ന സീരീസിൽ അല്ലെങ്കിൽ ടോപ്പിക്സിൽ എക്സ്റ്റേണൽ ഫീൽഡിലാണ് ചാർജ് വെച്ചിരിക്കുന്നത്. ഇവിടെ നോ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ ഫീൽഡ് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ചാർജിനെ കൊണ്ടുവരുന്നത് എന്ന് ഓർമ്മ വേണം. ഇനി വീണ്ടും നമ്മൾ ആ പൊട്ടൻഷ്യൽ എന്നുള്ള പദം 2.3 നമ്മൾ വിശദമായി പറയുന്ന വാക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അവിടെ അതിന് തൊട്ട് മുമ്പ് ഇൻട്രോയിൽ നമ്മൾ പറയുന്നുണ്ട് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള പദം, വർക്ക് ഡൺ എന്നുള്ള പദം. ഇതൊക്കെ നമുക്കൊന്നും കൂടെ ഒന്നൊന്ന് തിരിച്ച് ബ്രെയിനിലേക്ക് എടുത്തിട്ടാൽ ഇത് എളുപ്പമുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ആ ഒരു കൺസെപ്റ്റ് എടുത്തിടുകയാണ്. അപ്പോൾ എന്താണ് ആ സംഭവം? ഇൻഫിനിറ്റിയിൽ നിന്ന് എവിടെയോ ഉള്ളൊരു ചാർജിനെ, ഇൻഫിനിറ്റിയിൽ നിന്നൊരു ചാർജിനെ, ക്യൂ ചാർജിനെ ഈ പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പോയിന്റ് പിയുടെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും ഉണ്ടാവാം, ഇല്ലാതെ ഇരിക്കാം. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു നോ എക്സ്റ്റേണൽ ഫീൽഡ് ആണെന്ന് പറഞ്ഞു. ഫീൽഡ് ഇല്ല നമ്മൾ പറഞ്ഞു. ഫീൽഡ് ഇല്ല എങ്കിൽ, ഇപ്പോൾ ഫീൽഡ് ഉള്ളൊരു സ്ഥലത്താണ് പി എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചെയ്ത ജോലി. അപ്പോൾ നമ്മൾ എഴുതാറുണ്ട് ഇൻഫിനിറ്റി ടു പി. ഇതിൻ്റെ അർത്ഥം എന്താ? വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ ചാർജ് ക്യൂ ചാർജിനെ നമ്മൾ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. ഫ്രം ഇൻഫിനിറ്റി ടു പി ഡിവൈഡഡ് ബൈ ക്യൂ ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ പറയും വി പി മൈനസ് വി ഇൻഫിനിറ്റി. ഇത് നമ്മുടെ പ്രീവിയസ് നോളജാണ്. ഇതെപ്പോഴും ഓർമ്മ വേണം. ഇതാണ് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ തന്നെയാണിത്. പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് പി ഈസ് ഡിഫൈൻഡ് ആസ്, എങ്ങനെയാണ്? വി ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ ഈ ടേം എന്തായിപ്പോയി? 0. അപ്പോൾ വി പി എന്ന് കിട്ടി. വി പി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് പി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? +1 കുളും. ഫ്രം ഇൻഫിനിറ്റി ടു പി, അതായത് ഇതിൻ്റെ ഒരു ചുരുക്കിയ രൂപം W ഇൻഫിനിറ്റി പി ഈക്വൽ ടു വി പി. ഇതിൻ്റെ ചുരുക്കിയ രൂപമാണ്. അപ്പം ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നെടുത്ത് പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരാൻ, അത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് വേണ്ട വർക്കാണ് വി പി, W ഇൻഫിനിറ്റി പി. ആ വർക്കിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ. ഇനി ഇത് ചാർജ് ക്യൂ ആണെന്നിരിക്കട്ടെ, +1 പകരം ക്യൂ ചാർജ് ആണെങ്കിൽ നമുക്കിത് എന്തെഴുതാം? W ഇൻഫിനിറ്റി പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി പി എന്ന് എഴുതാം. അപ്പോൾ ഈ വർക്ക് എന്തായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി. ഈ വർക്ക് എന്തായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി. ഇത് പൊട്ടൻഷ്യൽ, ഇത് പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് വേണ്ട പദം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഒരു പോയിന്റ് പിയിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് കിട്ടാൻ, പൊട്ടൻഷ്യൽ എനർജി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ക്യൂ ഇൻറ്റു വി പി. ക്യൂ 1 ആയതുകൊണ്ടാണ് നമ്മളിതിന് പൊട്ടൻഷ്യൽ എന്ന് പേരിട്ടത്. കിട്ടിയല്ലോ? അപ്പോൾ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജി ആയിട്ടുള്ള വ്യത്യാസം പിടികിട്ടിയല്ലോ. ഈ ലോജിക്ക് ഇത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും അവിടെ ഉണ്ടാവണം. ഇത് നമ്മുടെ പ്രീവിയസ് നോളജാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഒരു 2 ചാർജസിൻ്റെ സിസ്റ്റം എടുക്കാൻ പോവുകയാണ്. 2 ചാർജസ് ആണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഈ 2 ചാർജസിനെ അതാത് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കാൻ എത്ര വർക്ക് ചെയ്തു? വർക്കാണല്ലോ പൊട്ടൻഷ്യൽ എനർജി. വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. എത്ര വർക്കാണ് ചെയ്തത്? അപ്പോൾ നോക്കാം. ആദ്യം ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് Q1 ചാർജിനെ കൊണ്ടുവരികയാണ്. ഇത് കൊണ്ടുവരുന്ന ഇൻഫിനിറ്റി.
ഈ കൊണ്ടുവന്ന ചാർജ് Q1 ഈ പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നോ ഫീൽഡ് ആണ്. നോ ഫീൽഡ് ആണെങ്കിൽ നോ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലല്ലേ വർക്കുള്ളൂ. ഇവിടെ പൊട്ടൻഷ്യൽ ഇല്ല, പൊട്ടൻഷ്യലേ ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്? W1 = 0. കാരണം ഇവിടെ ഫീൽഡും ഇല്ല, പൊട്ടൻഷ്യലും ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇൻഫിനിറ്റിന്ന്, കാരണം ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിലല്ലേ ഇതിനെ അട്രാക്റ്റോ റിപ്പല്ലോ ചെയ്യുള്ളൂ. ഇവിടെ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ അട്രാക്ഷനും ഇല്ല, റിപ്പൾഷനും ഇല്ല. അപ്പോൾ സുഖമായി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, വർക്കൊന്നും ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാർജ് അവിടെയുണ്ട്. ഇനി ഇതിൻ്റെ പരിസരത്തോട്ട് മറ്റൊരു ചാർജ് Q2നെ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അപ്പോൾ വർക്ക് വേണ്ടേ? വേണം. കാരണം ഇയാൾ ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇയാൾ ഓൾറെഡി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇയാൾ ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇത് പോസിറ്റീവ് +1, ഇത് പ്ലസ് ആണ്. ഇതിനെ റിപ്പൽ ചെയ്യും. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് R12 ആണെന്ന് വിചാരിക്കുക. ഈ ദൂരം R12 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ R12 സ്ഥലത്തേക്ക്, ഈ Q1ൽ നിന്ന് R12 ദൂരത്തേക്ക് Q2നെ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതിൻ്റെ റിപ്പൾഷനെ അതിജീവിച്ച് വേണം ഇവിടെ കൊണ്ടുവയ്ക്കാൻ. അപ്പോൾ ഈ പോയിന്റിൽ ഇപ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇയാളുടെ ഫീൽഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ സ്ഥലത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇയാൾ ഈ Q2 എന്ന് പറയുന്ന ചാർജ് ഇരിക്കുന്നത് ഏത് പൊട്ടൻഷ്യലിലാണ്? ഇയാളുടെ പൊട്ടൻഷ്യലാണ്. ഇയാളുടെ പൊട്ടൻഷ്യൽ ഇവിടെ എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ? 1/4πε0 Q/R. ഈ Q എന്താണ്, R എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് Q, ഈ ദൂരമാണ് R. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് എത്ര പൊട്ടൻഷ്യൽ ഉണ്ട്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇതുപോലെ എഴുതി നോക്കിക്കേ. 1/4πε0 Q1/R12. ഈ പൊട്ടൻഷ്യലിലേക്കാണ് ഈ ചാർജിനെ വെക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വർക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? പൊട്ടൻഷ്യലും ചാർജും കൂടെ ഗുണിച്ചാൽ മതി. ഏത് പൊട്ടൻഷ്യൽ? ഈ പൊട്ടൻഷ്യലിനെ ഏത് ചാർജ് കൊണ്ടാണ് ഗുണിക്കേണ്ടത്? Q2. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഇൻറ്റു ഇതാണ് പൊട്ടൻഷ്യൽ V ഇൻറ്റു Q2 = എന്താണ്? W2. അപ്പോൾ W2 എന്ന് പറയുന്നത് എന്താണ്? W2 എത്ര കിട്ടി? W2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിന്ന് ഒരു ചാർജിനെ Q2ൽ കൊണ്ടുവയ്ക്കാൻ എത്ര ജോലി ചെയ്തു? അതാണ് W2. സോ വാട്ട് ഈസ് W2? W2 സമം ഇവിടെ ഈ പോയിന്റിന് വേണമെങ്കിൽ ഒരു പേരിടാം. ഇത് A, ഇത് B. ഇപ്പം B എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതാണ് Bയിലെ പൊട്ടൻഷ്യൽ. ദിസ് ഇസ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് B. അപ്പം Bയിലെ പൊട്ടൻഷ്യൽ VB ഇൻറ്റു അവിടെയുള്ള ചാർജാണ് Q2. ദാറ്റ് ഈസ് ഈക്വൽ ടു W2 ആണല്ലോ. അപ്പോൾ മൊത്തം പൊട്ടൻഷ്യൽ എനർജി എത്ര വരും? ഇത് ഇവിടെയും വെച്ചു, ഇതിവിടെയും വെച്ചു. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 0. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഇതിൻ്റെ വാല്യൂ ഇത് ഇൻറ്റു Q2 1/4πε0 Q1. ഇവിടെ എന്തുണ്ട്? R12 ഇൻറ്റു Q2. ഇതാണ് W2. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര വരും? ടോട്ടൽ W = W1 + W2. W1 എത്രയാണ്? 0. സോ W = ഇതേ വാല്യൂ 1/4πε0 Q1 Q2/R12. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. If it is 2 charges ആണെങ്കിൽ ഇതാണ് അവസ്ഥ. കിട്ടിയോ? എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ആദ്യം ഒരു ചാർജിനെ ഇവിടെ കൊണ്ടുവച്ചു. വർക്കൊന്നും വേണ്ട. വർക്ക് വേണ്ടാത്ത എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, പൊട്ടൻഷ്യലും ഉണ്ട്. ഇയാളുടെ ഫീൽഡിലേക്കാണ് ഇയാളെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വർക്ക് എത്ര വരും? ഇവിടെ ഇയാളുണ്ടാക്കിയ പൊട്ടൻഷ്യൽ ഇൻറ്റു ഈ ചാർജ്, അതാണ് Q2. ദാറ്റ് ഇസ് W2. അപ്പോൾ ഇൻഫിനിറ്റിന്ന് Q1ൽ കൊണ്ടുവെക്കാൻ നോ വർക്ക്, ഇൻഫിനിറ്റിന്ന് Q2ൽ കൊണ്ടുവെക്കാൻ യെസ് വർക്ക്. ഇതാണ് വർക്ക്. സോ ടോട്ടൽ വർക്ക് എത്രയാണ്? W1 + W2. ആൻസർ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചിരിക്കുന്നത്. വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്.
ഇൻഫിനിറ്റിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവച്ചു, ഇൻഫിനിറ്റിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവച്ചു, ടോട്ടൽ വർക്ക്. ക്ലിയർ ആണല്ലോ? ഇത് ഫോർ 2 ചാർജസ് ആണ്. കിട്ടിയോ? അപ്പോൾ ഇനി അടുത്തത് 3 ചാർജസ് വന്നാൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 2 ചാർജസിനെ നമ്മൾ കണ്ടിരുന്നു. 3 ചാർജസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 3 വർക്ക് വരും. W1, W2, W3. അത് ഏതൊക്കെയാണെന്ന് നോക്കണം, എങ്ങനെയൊക്കെയാണെന്ന് നോക്കണം. പൊട്ടൻഷ്യൽ എനർജി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിനെ ആ രീതിയിൽ നിലനിർത്താൻ ചെയ്ത വർക്കാണ്. വന്ന വഴിയോ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം നമുക്കറിയാം ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും ഫോഴ്സും കൺസർവേറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്തിനെ കുറിച്ച് നമ്മൾ ബോദർ ചെയ്യണ്ട, വന്ന വഴിയെക്കുറിച്ച് നമ്മൾ ബോദർ ചെയ്യണ്ട. അവരുടെ ആ പൊസിഷൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ പൊസിഷൻസിൽ അവരവരെ വെക്കാൻ എത്ര ജോലി ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം 2 പേരെ കൊണ്ടുവന്ന് വെക്കാം. 2 പേരെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലേ. പെട്ടെന്നൊന്ന് പറയാം. ഇത് W1, Q1നെ കൊണ്ടുവച്ചു, നോ വർക്ക്, കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. W1 0. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? വേറൊരാളെ Q2ലേക്ക് കൊണ്ടുവച്ചു, Q2ലേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ഈ ദൂരം എത്രയായിരുന്നു? നമ്മുടെ ദൂരം R12. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇനി ഒരു ചാർജ് മൂന്നാമതൊരാളുള്ളൂ. നമുക്കിതിന് വേണമെങ്കിൽ V1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? V1. V1 എന്ന് പറഞ്ഞാൽ Q1 ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? 1/4πε0 Q1/R12. അതായിരുന്നു V1. ഈ പൊട്ടൻഷ്യലിൽ ഇവിടെ ഈ പോയിന്റിൽ ഈ ഉള്ള പൊട്ടൻഷ്യൽ ഇതാണ്. ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണിത്. ഈ പൊട്ടൻഷ്യലിലുള്ള സ്ഥലത്തേക്കാണ് Q2നെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടുത്തെ W2 എന്തായിരുന്നു? Q2 × V1. V1 ആര് മുഖാന്തരം ഉള്ളതാണ്? V1 ആരുണ്ടാക്കിയതാണ്? Q1 ഉണ്ടാക്കിയതാണ്. V1 എന്ന് അത് മനസ്സിലായാൽ മതി. V1 പൊട്ടൻഷ്യൽ Q1 ഉണ്ടാക്കിയതാണ്. സോ വാട്ട് ഇസ് ആൻസർ? 1/4πε0 Q1 Q2/R12. ഇത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ക്ലിയർ? ഇനി ഇത് കൂടാതെ മൂന്നാമതൊരു ചാർജിനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയെന്ന് വിചാരിക്കുക, Q3. ഇതിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? V12. എന്തിനാണ് ഞാൻ 12 എന്ന് എഴുതിയെന്നറിയോ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു 1ഉം Q1ഉം പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q2ഉം ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടി നമുക്ക് ഈ ഡിസ്റ്റൻസിന് R13, ഈ ദൂരം R13 എന്ന് കൊടുക്കാം. ഈ ദൂരം R1323 എന്ന് കൊടുക്കാം. ഈ ദൂരം ഒരല്പം ചരിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഇതിങ്ങനെ തന്നെ വരയ്ക്കാം. അപ്പോൾ ഇത് R13, ഇത് R23. 2 പേരും ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. ആ 2 വാല്യൂസും ഇവിടെ വരും. അപ്പോൾ ആ 2 പൊട്ടൻഷ്യൽ നിമിത്തം ഇവിടെ 2 വർക്ക് വരും. ആ 2 എണ്ണം കൂടി ഇവിടെ ആഡ് ചെയ്ത് വരും. ഇയാളുടെ ഫീൽഡും ഉണ്ട് ഇവിടെ, ഇയാളുടെ ഫീൽഡ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 പൊട്ടൻഷ്യലും ഉണ്ട്. ആ 2 പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ഇവിടെ വരും. അപ്പോൾ ഇവിടെ W3, ഈ W3 എങ്ങനെ വരും? W3യുടെ വാല്യൂ എങ്ങനെ വരിക? W3 വിൽ ബി ഹൗ മച്ച്? ഈ V12 ഇൻറ്റു എന്താണ്? Q3. അപ്പോൾ V12 എത്ര വരും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ പൊട്ടൻഷ്യലും വേണം, ഇതിൻ്റെ പൊട്ടൻഷ്യലും വേണം. അപ്പോൾ ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ എഴുതും. ഇതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ദൂരമാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? 1/4πε0. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇവിടെ Q1/R13 പ്ലസ് ഇതിൻ്റെ പൊട്ടൻഷ്യലും 1/4πε0. ഇത് Q2 ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ R23. അപ്പോൾ ഈ മൊത്തം വാല്യൂ ഇത് മുഴുവനും എന്തുകൊണ്ട് ഗുണിക്കണം? Q3 കൊണ്ട് ഗുണിക്കണം. ഇതാണ് W3. അപ്പോൾ W1 0 ആണെന്ന് നമുക്കറിയാം. W2 കിട്ടി. W3ൻ്റെ വാല്യൂ എത്ര കിട്ടും? ഇതിനെ 2നെയും Q3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വാട്ട് ഇസ് എ വാല്യൂ? ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ 1/4πε0 Q1 Q3/R13 പ്ലസ് ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/4πε0 Q1
2q3 ബൈ R23. ഇത് ഇത്രയുമാണ് എന്തിൻ്റെ വാല്യൂ? W3. അപ്പോൾ W3 ഇത്ര കിട്ടി, W2, W1. So what is the total work? Work is equal to W1 plus W2 plus W3. W1ൻ്റെ വാല്യൂ 0. W2ൻ്റെ വാല്യൂ ഇതാണ് W2. എത്രയാണ് W2? 1/4πε0 Q1 Q2 by R12 പ്ലസ് W3 രണ്ട് ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ്? 1/4πε0 Q1 Q3 by R13 പ്ലസ് ഈ ടേം 1/4πε0 Q2 Q3 by R23. അപ്പം നോക്കിയേ, ആ ഡിസ്റ്റൻസസ് ഒക്കെ നോക്കിയേ. R12 R13 R23 ഏതൊക്കെയാണ്? R12, അടുത്തത് R13 R23. അപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ 3 വശങ്ങൾ മാർക്ക് ചെയ്തു. ഇത് R12, ഇത് R13, R23. ഇതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി അഥവാ വർക്ക് ഡൺ. വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 3 ചാർജസിൻ്റെ 1, 2, 3 3 ചാർജസിൻ്റെ പൊട്ടൻഷ്യലിന് 3 ടേം, 1, 2, 3 ടേംസ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു എക്സ്പ്രഷൻ NCERTയിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ, ഇങ്ങനത്തെ ഒരു ഹെഡിങ്ങിന് ഇതുപോലെ കുറേ വലിയ എഴുത്തൊക്കെ കാണും. എഴുത്തൊന്നും കണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നോക്കൂ, ഇത് വളരെ സിമ്പിളാണല്ലോ. പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. 1/4πε0 Q/R എന്നുള്ള പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ അറിയാം. അതിനെ ആ റെസ്പെക്റ്റീവ് ചാർജസ് കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെയാണ് Q1, ഇത് Q2, ഇത് Q3. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? Q1 Q3 by R13. K കോമൺ. ഇവിടെ Q3 Q2 by R23. ഇവിടെ Q1 Q2 by R12. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ K എന്ന് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമുണ്ട്. K Q1 Q2 by R12, K Q1 Q3 by R13, K Q2 Q3 by R23. ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സിസ്റ്റം ഇത് ഓഫ് 3 ചാർജസ് ആണ്. തൊട്ട് മുമ്പ് നമ്മൾ 2 ചാർജസ് പഠിച്ചു. അപ്പോൾ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ V ആണ്, പൊട്ടൻഷ്യൽ എനർജി U ആണ്. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ തീർച്ചയായിട്ടും സിമ്പിളായിട്ടുള്ളൊരു ഏരിയ ആണ്. NCERT നോക്കിയാൽ വലിയൊരു ഹ്യൂജ് ഒരു ഏരിയ പോലെ നിങ്ങൾക്ക് തോന്നും. അതിനകത്തൊന്നും ടെൻഷനില്ല. ഈ സഫിക്സസ് ഒക്കെ ശ്രദ്ധിച്ചോളാം. ഇതിൻ്റെ അർത്ഥം ഇവിടെ 2 പൊട്ടൻഷ്യൽ ഉണ്ട്, 1ഉം 2ഉം ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പൊട്ടൻഷ്യലേ ഉള്ളൂ, ഈ ചാർജ് മാത്രമേ ഉള്ളൂ. ഈ ചാർജ് ആദ്യം വെച്ചു, പിന്നെ നമ്മൾ ഈ ചാർജിനെ വെച്ചു, പിന്നെ നമ്മൾ ഈ ചാർജിനെ വെച്ചു. അങ്ങനെയാണ് നമ്മളൊരു 3 ചാർജ് സിസ്റ്റം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. താങ്ക് യു.